എല്ലാവർക്കും ഗ്രേസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചെണ്ടുമല്ലിയുടെ ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓണം ഒക്കെ ആയി വരുമല്ലേ, അപ്പോൾ നമുക്ക് ചെണ്ടുമല്ലിയുടെ ഫ്ലവേഴ്സ് നിറയെ മുട്ടുകളും ഫ്ലവറും ഒക്കെ ആയി നിൽപ്പുണ്ട് കേട്ടോ. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് നല്ലതുപോലെ നമുക്ക് വലുതാക്കി എടുത്ത് ഇങ്ങനെ ഫ്ലവറാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നല്ല വെയിൽ വേണം, തണൽ പാടില്ല. അതുപോലെ നമ്മുടെ ജൈവ വളമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് ഒരു 45-50 ദിവസത്തെ വളർച്ചയാണ് ഇതിനുള്ളത്. ഇതൊക്കെയാണ് കേട്ടോ. നമ്മൾ ഓറഞ്ചും മഞ്ഞയും നട്ടിരുന്നു. അതിൽ മഞ്ഞയ്ക്ക് ഫ്ലവറായി വരുന്നതേ ഉള്ളൂ. ഓറഞ്ചിൽ നിറയെ ഫ്ലവേഴ്സും മുട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള ആഫ്രിക്കൻ മാരിഗോൾഡാണ് നമ്മൾ നട്ടത്. ഇത് കണ്ട് നിറയെ മുട്ടുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പൊക്കെ നാട്ടി അതിന് സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് നല്ല മഴയും കാറ്റും ഒക്കെ കൊണ്ട് മലന്ന് വീഴും. അപ്പം അതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ആവശ്യത്തിന് മണ്ണും നമ്മൾ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം. വളത്തോടൊപ്പം തന്നെ വളം ഇട്ടതിന് ശേഷം നമ്മൾ മണ്ണ് ഇടയ്ക്കിടയ്ക്ക് കയറ്റി കൊടുക്കണം. അതിൻ്റെ വേരെല്ലാം നമുക്ക് കാണത്തക്ക രീതിയിലേക്ക് മുകളിലോട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത് മണ്ണ് കയറ്റിയിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇത് വളർന്ന് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ആഴ്ചയിൽ നമ്മൾ വളങ്ങൾ അത്യാവശ്യമായിട്ടുള്ള വളങ്ങളെല്ലാം കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. സൺലൈറ്റ് വളരെ പ്രധാനമാണ്. ഇതുകൊണ്ട് നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ആയി വരുന്നുണ്ട്. ഒരു 5-6 ദിവസമൊക്കെ 7 ദിവസത്തോളം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം വിടർന്ന് നമുക്ക് നല്ല ഫ്ലവറായി കിട്ടും കേട്ടോ. അതുകൊണ്ട് നല്ല വലിപ്പമാണ് ഒരു ഫ്ലവറിന്. ഒരു 8-10 തൈ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. ചട്ടിയിലും നമുക്കിത് നടാം. ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് നിലത്താണ്. നമ്മുടെ പറമ്പിലെ ഒരു സൈഡിലാണ് ഇത് നട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് കണ്ടോ. ഇതിൻ്റെ മഞ്ഞയുണ്ട്. മഞ്ഞ ഞാൻ കാണിക്കാം കേട്ടോ. മഞ്ഞ നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്. നമ്മൾ കുറച്ച് വാടാമല്ലിയും കൂടെ നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ ഇതിന് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പ്രൂണിങ് ആണ് കേട്ടോ. ഒരു 10-15 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ആ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ധാരാളം ബ്രാഞ്ചസ് വരുള്ളൂ. ഇതുകൊണ്ട് ഇതിപ്പോൾ ഈ ഒരു ചെടി തന്നെ 3-4-5-6 ഒക്കെ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അതിലെല്ലാം നമുക്ക് ഫ്ലവർ ഉണ്ടാവും. പിന്നെ നമുക്ക് ആ പ്രൂൺ ചെയ്ത ഭാഗം നമ്മൾ കളയണ്ട. നമുക്കത് വേറൊരു തൈയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ആ പ്രൂൺ ചെയ്ത ഭാഗം വേറെ ഒരു സ്ഥലത്ത് കുഴിച്ച് നട്ട് വെച്ചാൽ നമുക്കതും വേറൊരു തൈയാക്കി മാറ്റിയെടുക്കാം. അങ്ങനെ നട്ട പ്ലാന്റ്സാണ് ഞാൻ. ഇത് മഞ്ഞയാണ് കേട്ടോ. ഇത് മഞ്ഞയാണ്. നല്ല വലിപ്പമുള്ള ഫ്ലവറാട്ടോ. മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ അങ്ങനെ പ്രൂൺ ചെയ്തത് നട്ട് വളർത്തിയ പ്ലാന്റാണ് കേട്ടോ. ഇതാ വേണ്ടോ. ഇതിലും നിറയെ മുട്ടുകളൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെണ്ടയും കൂടെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് വെണ്ടയും നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കാണെങ്കിലും കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും കൂടെ ഈ ചെണ്ടുമല്ലിക്കുണ്ട്. നല്ല ഫ്ലവറാണ്. ഇതൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കണ്ടോ, ഇനിയും വിരിയാനുണ്ട് ഇതിൽ. ഇതിൻ്റെ വെയിറ്റ് കൂടിയിട്ട് ഇത് ഒടിഞ്ഞ് കിടക്കണം കേട്ടോ. ഫ്ലവറിൻ്റെ വെയിറ്റ് കാരണമാണ് കേട്ടോ അതെങ്ങനെ പോകുന്നത്. ഇതാണ് യെല്ലോ.
ഇപ്പം നമുക്ക് ഒരു 10 ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പൂക്കൾ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങാതെ 10 ഓറഞ്ചും 10 മഞ്ഞയും കളറ് നമ്മൾ നട്ട് വളർത്തുവാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ വളർന്നോളും കേട്ടോ. വലിയ കെയറിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട. ഇടയ്ക്ക് ജൈവവളം, ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ നമുക്ക് അടിവളമാണ് കൊടുക്കേണ്ടത്. ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും അടങ്ങിയ വളമാണ് നമ്മൾ അടിവളമായിട്ട് ഇത് നടുമ്പോൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചാണകവെള്ളം ഒഴിച്ചിരുന്നു. അത് അങ്ങനെ നമ്മളിത് വളർത്തി വലുതാക്കിയതാണ്. 2 മാസത്തെ ഒരു വളർച്ചയാണ് ഇതിനുള്ളത്. ഇതാണേലും നല്ല വെയിൽ വളരെ അത്യാവശ്യമാണ് ഈ പ്ലാന്റ്സിന് കേട്ടോ. വെയിൽ വളരെ അത്യാവശ്യമാണ്. ചോലയൊന്നും പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചെണ്ടുമല്ലി പൂത്ത് നിൽക്കുന്ന കാര്യങ്ങൾ. കണ്ടോ, നിറയെ മുട്ടുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. കണ്ടോ, കീടങ്ങളൊന്നും അധികം വന്നിട്ടില്ല കേട്ടോ. ഇലയ്ക്കോ പ്രശ്നങ്ങളൊന്നും, കീടനാശിനി ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കീടബാധയൊന്നുമില്ല. ഇതൊരു കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യും. നമ്മൾ പച്ചക്കറി വിളകളുടെയൊക്കെ ഇടയിൽ കൂടി നമ്മളിത് നട്ടു കൊടുക്കാറുണ്ട് കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളിത് ഇന്ന് ഈ പ്രാവശ്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. കണ്ടോ, ഇതാണ് മഴയുടെ കൂടുതൽ കാരണം കുറച്ച് ഫ്ലവേഴ്സ് കുറവ് വന്നോയെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ കാലാവസ്ഥ ഈ പ്രാവശ്യം കുറച്ച് പ്രശ്നമായതുകൊണ്ട് ചെടികൾ കുറച്ച് പൂവിടാനും വെയിൽ കുറവായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത പൂക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.